പിന്നെ ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് കുളമുണ്ട്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഒരു എന്താ പറയാ ഒരു വിസിറ്റിന് വേണ്ടി വന്നതാ. ഞാനിപ്പോ ഇവിടെ നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റ് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ. നമുക്കിപ്പോ റവയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കിട്ടുമല്ലോ യൂറോപ്പിന്റെ. നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് കിട്ടുന്ന കടകളുണ്ട് ഇവിടെയോ? നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടുന്നോ? എവിടെ? കൊളോണില് നൊയ്മാർട്ടാണ്. മാർട്ടിൽ തന്നെ നമുക്ക് 4 ലൊക്കേഷൻ വരുന്നുണ്ട്. ലൊക്കേഷനാണ് സിഗ്മാർട്ട് എന്ന് പറയുന്നത്. എല്ലാ ഇന്ത്യൻ ഐറ്റംസും കിട്ടുന്നതാണ്. ഓക്കെ. നല്ല ഇവിടുത്തെ ഫസ്റ്റ് റാക്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു മലയാളിക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ ഒരു കറി. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്നത് KPL ശുദ്ധ വെളിച്ചെണ്ണയാണ്. തീർച്ചയായിട്ടും ഇവിടെ മാത്രമല്ല, ജർമ്മനിയുടെ ഓരോ സ്ഥലത്തും ഇനി ഇത് പ്രതീക്ഷിക്കും. പക്ഷെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ലാസ്റ്റ് ഒരു 1 ഇയർ ആയിട്ടുണ്ട്. മാത്രമല്ല നമ്മളുടെ പ്രൊഡക്ട്സ് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് കേരളത്തിന്റെ രുചിയിലുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ചെയ്യുന്നത്. അത് സ്പൈസസ് ഉണ്ട്, കോക്കനട്ട് ഓയിലുണ്ട്, കോക്കനട്ട് മിൽക്ക് ഉണ്ട്, പിന്നെ വരുന്നത് സിസം ഓയിലാണ്. നമ്മൾ സിസം ഓയിൽ നല്ലെണ്ണ നമ്മൾ അച്ചാറുണ്ടാക്കാൻ എടുക്കുന്നത് ശ്രീലങ്കൻസ് അവർക്കൊക്കെ ദോശ ഉണ്ടാക്കുന്ന അവരുടെ മെയിൻ കറികൾക്കൊക്കെ ഈ ഇരിക്കുന്ന ബ്രാൻഡ് ലാമോറാണോ നിങ്ങളുടെ പ്രൊഡക്റ്റ്? യെസ്. ലാക്റ്റിന്റെ 1-2 ഗുണങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഫിഷ് മസാല ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ കോമരകം മീൻകറി, നമ്മുടെ ചുമല മീൻകറി ഇല്ലേ കുടമ്പിട്ട് വെച്ച്, അതിന് പറ്റി ഏറ്റവും നല്ലതാണ്. അപ്പൊ നമ്മളെ ബെർലിൽ നമ്മുടെ കൂട്ടുകാരികളൊക്കെ അലീനയൊക്കെ ഇല്ലേ, അലീനയൊക്കെ ഫേവറേറ്റ് ആയിട്ടാണ്. സെക്ഷൻ കണ്ട ഇത് കോക്കനട്ട് മിൽക്കിന്റെ ഏരിയ ആണ്. വീഡിയോസ് നിങ്ങൾ നമ്മുടെ പേജിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ലാമോറിന്റെ കോക്കനട്ട് മിൽക്ക് INS 224 പ്രിസർവേറ്റീവ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള INS 224 ഐ കാറ്റഗറി, ഈ കാറ്റഗറി. അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കണം. അതൊക്കെ തേങ്ങാപ്പീരുള്ള ഒരു കോക്കനട്ട് മിൽക്ക് ഇത് ജർമ്മനിൽ ഫാസ്റ്റ് മൂവിങ് ആണ്. കേരളത്തിൽ നിന്ന് വരുന്ന ഒരേ ഒരു കോക്കനട്ട് മിൽക്ക് ലാമോറിന്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ഓരോ മലയാളിയും ഇനി കിട്ടില്ല, നമ്മളെ നാടൻ സാധനം കിട്ടില്ല എന്ന് പറഞ്ഞ് നിരാശയിൽ പോകണ്ട. ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ.